പോക്കോയുടെ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് പോക്കോ X6 Pro. അതുപോലെ തന്നെ ഐക്യൂടെ 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് ഐക്യു Neo 7 Pro. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X6 Proയും അതുപോലെ തന്നെ ഐക്യു Neo 7 Proയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഐക്യു Neo 7 Proയിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം പോക്കോ X6 Proയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ പോക്കോ X6 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോക്കോ X6 Proയിൽ 12-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഐക്യു Neo 7 Proയിൽ 10-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം പോക്കോ X6 Proയിൽ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ പോക്കോ X6 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അത് മാത്രമല്ല പോക്കോ X6 Proയിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിലും പോക്കോ X6 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ പോക്കോ X6 Proയിൽ 1920 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഐക്യു Neo 7 Proയിൽ 2160 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറാണ് വരുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഐക്യു Neo 7 Proയിൽ വരുന്നുണ്ട്. പോക്കോ X6 Proയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 nits ആണ്. ഐക്യു Neo 7 Proയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 nits ആണ്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. പിന്നെ പോക്കോ X6 Proയിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഐക്യു Neo 7 Proയിൽ സ്ക്വാഡ് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന പ്രൊട്ടക്ഷൻസ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ബെസൽസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഇതിൽ വരുന്നുണ്ട്. ഐക്യൂല് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 2160 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പോക്കോ X6 Proയുടെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. ഐക്യൂടെ വെയിറ്റ് വരുന്നത് 199.5 ഗ്രാമാണ്. അപ്പം വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പോക്കോ X6 Proയുടെ തിക്നെസ് വരുന്നത് 8.05 mm ആണ്. ഐക്യൂടെ തിക്നെസ് വരുന്നത് 8.5 mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിലും ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ പോക്കോ X6 Proയിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐക്യൂല് IP52 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ പോക്കോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിൽ MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഐക്യൂല് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ രണ്ട് പ്രോസസ്സറുകളും വളരെ മികച്ച പ്രോസസ്സറുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ആൻതുത്തു സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിൽ വരുന്ന MediaTek Dimensity 8300 Ultra'യിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ സെപ്പറേറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPUയുടെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കോറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ GPUയുടെ കാര്യത്തിൽ MediaTek Dimensity 8300 Ultra'യിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്കോറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും മികച്ച പ്രോസസ്സറുകൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro എന്ന ഫോൺ നോക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഐക്യു Neo 7 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. രണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുകൾ തന്നെയാണ്. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോക്കോയിൽ 14 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഐക്യൂല് 8 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. പോക്കോയിൽ ബേസ് വേരിയൻറ്റിൽ തന്നെ 8 GB റാമും 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ഐക്യൂല് ബേസ് വേരിയൻറ്റ് 8 GB റാമും 128 GB ഇൻറ്റേർണലേ വരുന്നുള്ളൂ. പിന്നെ പോക്കോയിൽ 12 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഐക്യൂല് ഇങ്ങനെ ഒരു വെർഷൻ വരുന്നില്ല. പകരം 12 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പിന്നെ പോക്കോ X6 Proയിൽ LPDDR5Xൻ്റെ റാം കൊടുത്തിട്ടുണ്ട്. ഐക്യു Neo 7 Proയിൽ LPDDR5ൻ്റെ റാമാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റാം ടൈപ്പ് പോക്കോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോക്കോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല പോക്കോ X6 Proയിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. ഐക്യൂല് UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പും പോക്കോ X6 Proയിൽ വരുന്നുണ്ട്.
പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല, മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പോക്കോ X6 Proയിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ iQOO Neo 7 Proയിൽ വരുന്നില്ല. രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പോക്കോ X6 Proയിൽ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ പോക്കോ X6 Proയിൽ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. iQOOയിൽ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള FunTouchOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇപ്പം ആൻഡ്രോയിഡ് 14ന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പോക്കോയിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആൻഡ്രോയിഡ് 17 സോഫ്റ്റ്വെയർ വരെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ iQOOയിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആയിരിക്കും ലഭിക്കുക. അപ്പം ഇതിൽ ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരെ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോക്കോയിൽ വരുന്നതായിരിക്കും. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പോക്കോയിൽ 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. iQOOയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. ഇത് സാംസങ്ങിൻ്റെ GN5ൻ്റെ സെൻസറാണ്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ iQOO ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റ് കൺട്രോളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് iQOOയിലാണ്. അതുപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും iQOO കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിനും കുറച്ചും കൂടി ബെറ്റർ iQOO ആയിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ രണ്ട് ഫോണുകളും തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഫോൺ പിക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ iQOO ആയിരിക്കും പിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ക്യാമറയാണ് ഈ രണ്ട് ഫോണുകളിൽ എന്നുണ്ടെങ്കിൽ iQOO ഈ ഫോണുകളിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോക്കോ X6 Proയിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. iQOOയിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് നമുക്ക് iQOOയിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ iQOOന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ iQOO Neo 7 Pro ആയിരിക്കും. കാരണം ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയുടെ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. iQOO Neo 7 Proയുടെ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 30,999 രൂപയാണ്. പിന്നെ പോക്കോ X6 Proയിൽ 12GB RAM 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. iQOO Neo 7 Proയുടെ 12GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. വിലയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വില കുറവ് പോക്കോ X6 Proക്കാണ്. ഈ ഒരു കാര്യത്തിൽ പോക്കോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 12-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ നല്ലൊരു MediaTek Dimensity A300 Ultra എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ 5G ബാൻഡ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 256GB ഇന്റേണലൊക്കെ കിട്ടുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്നും കുറവാണ്. iQOOയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗണിൻ്റെ നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.